ായിട്ട് വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവരക്ഷതയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാമത്തെ വാക്യം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. യുവ പറയണം, നിനക്ക് സകലവും കഴിയുമെന്നും. ആർക്കാ? യഹോവയായ ദൈവത്തിന് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങൾ, യഹോവയായ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ഒന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അപ്പം ദൈവത്തിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല എന്ന് നമ്മുടെ അന്തരാത്മാവിലൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ. രക്തജയം. പ്രൈസറോ. ഇയ്യോബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവത്താൽ ഒരുപാട് മാനിക്കപ്പെട്ടവനാണ്. അപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷിക്കപ്പെട്ടവനാണ്. അല്ലേ? ദൈവം നമ്മുടെ സകല ആവശ്യങ്ങളും അറിയുന്നവനാണ്. അവൻ സകല മനുഷ്യർക്കും കർത്താവായ ദൈവമാണ്. സ്തോത്രം. അവൻ അരുളി ചെയ്യുന്നത് നിറവേറ്റുന്നവനാണ്. നമ്മുടെ കർത്താവിനാൽ അസാധ്യമായത് ഈ ഭൂമിയിൽ ഒന്നുമില്ല. പ്രൈസ്. അതിശയമായ കാര്യങ്ങളെ ഒന്നും തന്നെ ഇല്ല. അതിശയകരമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. മനുഷ്യൻ എന്തെങ്കിലും കണ്ടുപിടിച്ച, മനുഷ്യൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ അതിശയമായി, വലിയ അത്ഭുതമായി അതിനെക്കുറിച്ച് വാദപുരാതെ സംസാരിക്കും മനുഷ്യൻ. പ്രൈസലോ. വേണമെങ്കിൽ ഒരുപാട് പുരസ്കാരങ്ങളും ഒരുപാട് അല്ലെങ്കിൽ അനുമോദനങ്ങളും ഒരുപാട് ഉദ്ഘാടന വേദികളൊക്കെ കിട്ടും. പ്രൈസലോ. കാരണം മനുഷ്യന്റെ കണ്ടുപിടുത്തം തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ നടക്കട്ടെ. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിനെല്ലാം പ്രാപ്തി കൊടുത്ത, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാനുള്ള കഴിവും പ്രാപ്തി ജ്ഞാനവും കൊടുത്ത ദൈവത്തിന് വേണം ആദ്യം മഹത്വം കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ ഇയ്യോബ് തന്റെ ജീവിതത്തിൽ കടന്നു വന്ന പരിശോധന വേളകളിൽ, തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ദൈവമായുള്ള കൂട്ടായ്മയുടെ ബന്ധത്തിൽ ഇയ്യോബ് പറയണം, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. 10 മക്കളും മരിച്ചു, ആടുമാട് കന്നുകാലികളെല്ലാം മരിച്ചു. അവസാനം ഭാര്യയും കൂടെ പറഞ്ഞ്, നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോയി മരിക്കാൻ. അതെല്ലാം കേട്ടവനാ. തന്നെ ആശ്വസിപ്പിക്കാൻ വന്ന തന്റെ സ്നേഹിതന്മാരാലുള്ള കഠിനമായ ശാസന ഇതെല്ലാം ഇയ്യോബ് ജീവിതത്തിൽ അനുഭവിച്ചു. ഇതൊക്കെ ഈ ഭക്തൻ അനുഭവിച്ചപ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ചെറിയ ചെറിയ വിഷയം വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ കുറ്റം പറയരുത്, കർത്താവിനെ കുറ്റം പറയാൻ. നിങ്ങളും അയ്യോബിനെ പോലെ പറയണം, നിനക്ക് സകലവും കഴിയുമെന്നും നിനക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഇയ്യോബിനെ പോലെ പ്രത്യാശയുടെ വാക്കുകൾ സംസാരിക്കണം. പ്രൈസലോ. മനുഷ്യൻ എപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുന്നവരാ. എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് ചെറിയൊരു കുറവ് വന്നാൽ അപ്പോൾ തന്നെ ദൈവത്തെ കുറ്റപ്പെടുത്തും. എനിക്ക് ഭയങ്കര അനുഭവം. ഞാൻ പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ, എന്തിനേറെ ദൈവസഭയ്ക്കകത്ത് കടന്ന വിശ്വാസികൾ പോലും അവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പോഴെല്ലാം കുറ്റപ്പെടും നമ്മുടെ ദൈവത്തെ. പ്രൈസോ. നമ്മുടെ ദൈവത്തെ നാം കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ എത്രമാത്രം കുറ്റവാളികളായിരുന്നു. ആ കുറ്റവാളികളായിരുന്നു നമ്മെ എടുത്ത് നീതീകരിച്ച് അവന്റെ മകളാക്കി തീർത്ത് കഴിയുമ്പോൾ, അല്ലേ, നാം ദൈവത്തിന് നന്ദിയല്ലേ പറയേണ്ടത്? അല്ലേ? ഇയ്യോബ് ദൈവത്തിന്റെ സന്നി തെരഞ്ഞെടുക്കപ്പെട്ടവനാ. പക്ഷെ ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ കടന്നുപോയ ശോധനകൾ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടോ? നിങ്ങൾ കടന്നുപോയിട്ടില്ല. നിങ്ങൾക്കാണ് അനുഭവം വരുന്നെങ്കിൽ നിങ്ങൾ പണ്ടേ പോയി ആത്മഹത്യ ചെയ്തേനെ. അല്ലേ? പക്ഷെ ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യക്ക് തയ്യാറാകാതെ തന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് തന്റെ ജീവിതത്തിന്റെ പരാജയത്തെ വിജയത്തിന്റെ മുന്നോടിയായി കൊണ്ടുവരാൻ, വിജയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഈ ഭക്തന്റെ അകത്തെ വിശ്വാസമാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ വചനം വായിക്കുമ്പോൾ, ഫ്രാൻസ് ദേശം ഭരിച്ചിരുന്ന നെപ്പോളിയൻ തന്റെ നിഘണ്ടുവില്, ഹല്ലേലൂയ, അസാധ്യമെന്ന വാക്കുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്ന നെപ്പോളിയന് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ നിഘണ്ടുവില് അസാധ്യം എന്നുള്ള വാക്കുണ്ടായിരുന്നില്ല. അസാധ്യം എന്നത് ഭീരുക്കളും ഭോഷന്മാരും പറയുന്ന വാക്കാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അസാധ്യം എന്ന് പറയുന്നത് ഭീരുക്കളും ഭോഷന്മാരും പറയുന്നതാണ്. വളരെ ഗർവത്തോടു കൂടി പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞവരെല്ലാം അടുത്ത യുദ്ധത്തിൽ ജയിച്ചിട്ടില്ലായിരുന്നു. വളരെ ഗർവത്തോടെ ജനം പറയും. പക്ഷെ പിന്നെ നടന്ന യുദ്ധത്തിലൊക്കെ പലരും പരാജയപ്പെട്ടുപോയി.
കാരണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ മുൻനിർത്തിയാണ് അന്ന് ആ കാലഘട്ടത്തിലും മനുഷ്യൻ ശത്രുവിനോട് പടപൊരുതിയിരുന്നെങ്കിൽ അവർക്ക് അസാധ്യമായതിനെ സാധ്യമാക്കി കൊടുക്കാൻ കർത്താവിന് കഴിയുമായിരുന്നു. പക്ഷേ അവർ ഭീരുക്കളായതുകൊണ്ട് വളരെ ഗർവത്തോടെ പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു? യുദ്ധങ്ങളിലെല്ലാം പരാജയപ്പെട്ടു പോയി. നമ്മൾ ഈ ഭീരുക്കളായി മാറരുത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരി, നീ കഠിനമായ ശോധനയിലൂടെ കഠിനമായ ശോധനയിലൂടെ നീ കടന്നു പോകാം. യോബ് അനുഭവിച്ചതുപോലെ അല്ലെങ്കിലും അതിന് സമാനമായ ചില പ്രശ്നങ്ങളെ നീ അഭിമുഖീകരിക്കേണ്ടി വരും. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പട്ടും മെത്തയുടെ അനുഭവമല്ല. ചില ആളുകളൊക്കെ പ്രസംഗിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കോടികളുണ്ടാകും എന്നൊന്നും അല്ല വചനം പറയുന്നത്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നുവെന്നാണ് നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 14:22 നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. അവിടെ പൗലോസ് പറയുന്നുണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ അനേക കഷ്ടങ്ങളുടെ കടന്നു പോകണം. അല്ലാതെ ഇത് ഭട്ടുമെത്തയുടെ അനുഭവമല്ല. ഹല്ലേലൂയ, സുഖലോലുപ ജീവിതം നയിക്കുന്നതല്ല. അങ്ങനെ ചെയ്യുന്ന അനവധി ആളുകളുണ്ട്. വിശ്വാസികളെ പട്ടുമെത്തയിൽ കിടത്തുന്ന തേനൂറുന്ന വാക്കുകൾ പറഞ്ഞ് ശുശ്രൂഷിക്കുന്ന പ്രവചനത്തിൽ മാത്രം നിൽക്കുന്ന ആളുകളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസികളിൽ 99% ജനങ്ങളും ദൈവത്തിന്റെ ദാസിദാസന്മാരല്ല, പ്രവാചകന്റെ ദാസിദാസന്മാരാ, പ്രവാചകന്റെ അടിമകളാ. ഹല്ലേലൂയ. ഇപ്പൊ സഭയിലാണെങ്കിൽ പോലും എന്നോട് എല്ലാവരും ചോദിക്കും, പാസ്റ്റർ പ്രവാചകനെ വിളിക്കാനുണ്ടോ? എവിടെ ഇപ്പൊ സഭയിലെല്ലാം പുറത്തുനിന്നായാൽ പോലും പലരും വിളിച്ചു, പാസ്റ്ററിൽ നല്ല പ്രവാചകനുണ്ടോ? എന്റെ അറിവിൽ ഒരു പ്രവാചകനില്ല. എന്റെ അറിവിലുള്ള ഒറ്റ പ്രവാചകൻ യേശു കർത്താവാണ്. കാരണം ഞാൻ അവരോട് പറയും, എന്റെ അറിവിൽ ഒരുപാട് പ്രവാചകന്മാരില്ല, എനിക്കറിയില്ല. എന്നാൽ എനിക്ക് ഒരുപാട് പേരെ അറിയാം, ഒരുപാട് പേര് സുഴിഞ്ഞ്. നമ്മളെ ഏത് നല്ല പ്രവാചകനെ കാണിച്ചു കൊടുക്കുന്നത്? അല്ലേ? അതെങ്ങനെ ഈ നല്ല പ്രവാചകൻ ഇരിക്കുന്നത്? അപ്പൊ ഞാൻ പറയും, എനിക്കറിയില്ല, നിങ്ങൾ വേറെ ആരോടും ചോദിച്ചു നോക്കാൻ. എനിക്കൊരു നല്ല പ്രവാചകൻ യേശുവാ, ഞാൻ ആ യേശുവിനെ. അപ്പൊ എന്റെ അമിതാസനാ. എന്നെ കേൾക്കുന്നവരെ പല ആളുകളും പ്രവാചകന്റെ അടിമകളാണ്. പ്രവാചകൻ പറഞ്ഞാൽ പിന്നെ അവർ മൂത്രം പോലും ഒഴിക്കത്തില്ല. നീ മുള്ളരുത് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രവാചകൻ വാക്ക് പറയാൻ പിന്നെ അത് ചെയ്യത്തില്ല. പ്രവാചകൻ അടിമപ്പെട്ടല്ല നീ ജീവിക്കേണ്ടത്, ദൈവത്തിന് അടിമപ്പെട്ട. യോബിന്റെ കാലഘട്ടത്തിൽ കഠിനമായ ശോധനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും കടന്നു വന്നപ്പോൾ ഈ യോബിനെ സംബന്ധിച്ച് മന്ത്രവാദിലിരിക്കലോ, പൂജാരിയിരിക്കലോ, ജ്യോത്സ്യനിരിക്കലോ, അല്ലെങ്കിൽ മുഖലക്ഷം പറയുന്ന ഹസ്തരേഖാശാസ്ത്രക്കാരിരിക്കലോ, കബഡിയിലിരിക്കലോ, അല്ലെ അതിന് വേണ്ട പ്രത്യേക ക്രിയ നടക്കുന്ന അല്ലെങ്കിൽ പ്രവാചകന്മാരെ ഒന്നും വരുത്തി യോബ് ആലോചന ചോദിച്ചില്ല. ഹല്ലേലൂയ. യോബിന് അങ്ങനത്തെ ഒരു കാര്യം അറിയില്ലായിരുന്നു എനിക്ക്. ഒരുപക്ഷെ അറിയാമായിരിക്കും, പക്ഷെ പുള്ളിക്ക് അറിയാം അതിന്റെ ആവശ്യമില്ല. യോബിനറിയാം നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് യോബിന് തീരുമാനം ഉണ്ടായതുകൊണ്ട് യോബ് നിങ്ങളെപ്പോലെ പരാജയപ്പെട്ടു പോയില്ല. ഈശ്വരോ, ഈ കഴിഞ്ഞിടയിൽ തന്നെ കണ്ടില്ലേ എന്തെല്ലാമാണ് നമ്മുടെ മാധ്യമങ്ങൾ കൂടി ഈ പ്രവാചകന്മാര് കാട്ടിക്കൂട്ട് നിങ്ങൾ കണ്ടില്ലേ? ഹല്ലേലൂയ. ഇപ്പം പുതിയ പരിപാടി ഇറങ്ങുന്നുണ്ട്, അവസാനം എണ്ണ പൂശി കൊടുത്തു വിടുന്നൊരു പരിപാടി. ഇനി കുറെ വെളിച്ചെണ്ണ ചിലവാകും കടക്കാർക്ക്. ഹല്ലേലൂയ. വേദപുസ്തകം ഒന്ന് ശരിക്കും വായിച്ചു പഠിക്കുന്നേ. പണം ഉണ്ടാക്കാൻ എന്തെല്ലാം മാർഗമുണ്ട്. പക്ഷെ സുവിശേഷത്തെ വിറ്റല്ല പണം ഉണ്ടാക്കേണ്ടത്, യേശുവിനെ വിറ്റല്ല പണം ഉണ്ടാക്കുന്നത്. ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ജീവന്റെ സന്ദേശവും നിത്യതയുടെ സന്ദേശവും സുവിശേഷമാണ്. പാപത്തിൽ കിടക്കുന്ന മനുഷ്യരെ പാപത്തിൽ നിന്ന് വ്യതിരിപ്പിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുവരുന്ന, അവനെ പാപമില്ലാത്ത ജീവിതത്തേക്ക് നയിക്കുവാൻ അവന് മാർഗദർശിയായി, അവന് വഴികാട്ടിയായി കൊടുക്കുന്നതാണ് ഈ സുവിശേഷം. ഹല്ലേലൂയ. പലരും പണമാക്കുക. അപ്പൊ നെപ്പോളിയൻ പറഞ്ഞത് എന്റെ നിഘണ്ടുവിൽ അസാധ്യം എന്ന് പറയുന്നൊരു വാക്കില്ല. ഹല്ലേലൂയ. എന്റെ മനുഷ്യന് അസാധ്യമായത്, ഡോക്ടർമാർക്ക് അസാധ്യമായത്, നേതാക്കന്മാർക്ക് അസാധ്യമായത്, പുരോഹിതന്മാർക്ക്, മത നേതാക്കന്മാർക്ക് അസാധ്യമായത്, ഹല്ലേലൂയ, ഇവിടുത്തെ അല്ലെങ്കിൽ സാഹിത്യരംഗത്ത് അസാധ്യമായത്, സയന്റിസ്റ്റുകൾക്ക് അസാധ്യമായത്, ഹല്ലേലൂയ, സകലർക്കും അസാധ്യമായതിനെ സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സകലർക്കും അസാധ്യമായതിനെ സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. കാരണം ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആമേൻ, നിന്റെ ജീവിതത്തിന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരാൻ എന്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം സ്വർഗത്തെ ചലിപ്പിക്കുന്നത് എന്താ? നമ്മുടെ പ്രാർത്ഥനയാ. പ്രാർത്ഥനയിൽ നീ ഉറ്റിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ,
നിന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനത്തെ മാറ്റിയിടാൻ ദൈവത്തിന് കഴിയും. നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റി എഴുതാൻ ദൈവത്തിന് കഴിയും. നീ കടന്നു പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥന എന്ന അനുഭവത്തിലേക്ക് നീ മുഴങ്കാലും മടക്കിയിരിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നീ തളരാതെ നിന്നുകൊണ്ട് അല്ലേലൂയ ഇയ്യോബിനെ മാനിച്ചൊരു ദൈവം നിന്നെ മാനിക്കും. രക്തജയം വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട. അല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേലൂയ ഈ പുസ്തകത്തിന്റെ ഈ 42-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം അതിന്റെ ചരിത്രഭാഗങ്ങളോട് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. ഒരു അവസാനം ശുഭപര്യവസായിയായ ഒരു നാടകം പോലെയാണ് യോബിന്റെ ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത്. അല്ലേലൂയ. ഏതോ ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് ശലോമോൻ പറയുന്നുണ്ട്. സഭാപ്രസംഗി 7:8. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനമാണ് നല്ലത്. യോബിന്റെ ജീവിതമായിട്ട് ഇത് എത്ര തുലനം ചെയ്യുമ്പോൾ എത്ര വാസ്തവം അല്ലേ. യോബിന്റെ ആദ്യകാല ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രശ്നങ്ങൾ നിറയപ്പെട്ടതായിരുന്നു, പ്രതിസന്ധികൾ നിറയപ്പെട്ടതായിരുന്നു. അതിന്റെ നടുവിൽ നിന്നാണ് യോബിനെ ദൈവം മാനിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 7-ാമത്തെ വാക്യം വായി ഇങ്ങനെയുണ്ട്: കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. എന്നിട്ട് പറയും ഗർഭമാനസനേക്കാൾ ക്ഷമാമാനസൻ ശ്രേഷ്ഠനെന്ന്. ഹല്ലേലൂയ. ഗർവമുള്ളവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവനൊന്നും നേടാൻ പറ്റില്ല. ക്ഷമയുള്ളവന് ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ യോബിനെ പോലെ ക്ഷമയുടെ ഒരു അനുഭവം. ആരംഭം ഇച്ചിരി കഠിനമാണെന്ന് പറഞ്ഞാലും അവസാനം നല്ലതായിരിക്കും കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. പണ്ടൊരു പഴമക്കാര് ഒരു ചൊല്ല് പറയാറുണ്ട്: മൂത്തോര് തിന്നും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ കൈ മധുരിക്കുമെന്ന്. ഞാനൊക്കെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ള, നിങ്ങൾ കേട്ടിട്ടുണ്ട്, മൂത്തോര് തിന്നും മുതുനെല്ലിക്ക ആദ്യം എന്ത് ചെയ്യും, കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞവരാണ്. ഹല്ലേലൂയ. ആദ്യം ചില കയ്പൊക്കെ ആയിരിക്കുന്നേ. ഹല്ലേലൂയ. തുടക്കം ചില കയ്പൊക്കെ ആണെങ്കിലും അവസാനം മധുരമായിരിക്കും. യോബേ, നിന്റെ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ കൈപ്പേറിയ അനുഭവമായിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അന്ത്യം മധുരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിന്റെ തുടക്കം ഇച്ചിരി കഷ്ടതയുടെ നടുവിലാണെങ്കിലും പരിശോധനകളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും നീ തളരണ്ട. ആരംഭത്തേക്കാൾ അവസാനം ഏറ്റവും നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളെ ദൈവം നിന്റെ കൺമുമ്പിൽ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. 119-ാം സംഗീതം 18-ാമത്തെ വാക്യത്തിൽ സംഗീതക്കാരന് പറയുവാനുള്ളതാ. കാരണം ഇതിനകത്ത് എന്തുണ്ട്? ന്യായപ്രമാണത്തിൽ എന്തുണ്ട്? അത്ഭുതങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങളെ കാണണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണം. കണ്ണുകൾ തുറക്കണം. ആത്മാദൃഷ്ടി പ്രകാശിക്കണം, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, ഇയ്യോബ് ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇയ്യോബും പറഞ്ഞു: കർത്താവേ, യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഇയ്യോബ് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഈ ഭക്തൻ പറഞ്ഞത്: നിനക്ക് സകലവും കഴിയുമെന്നും നിനക്ക് അസാധ്യമായതൊന്നും ഇല്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? രക്തശീൽ. എനിക്കറിയാം, നമ്മളൊക്കെ തകർച്ചയുടെ നടുവിലൂടെ കടന്നു പോകുന്നവരാ. നമ്മളൊക്കെ എന്നെ കൂടി തകർച്ചയുടെ, പ്രതിസന്ധികളുടെ, വെല്ലുവിളിയുടെ, കഷ്ടതയുടെ, സങ്കടത്തിന്റെ, പരിശോധനയുടെ, നിന്ദയുടെ, അപമാനത്തിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ, തള്ളപ്പെടലിന്റെ ഒക്കെ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. അവിടെയൊന്നും നമ്മൾ തളരാൻ പാടില്ല. നമുക്ക് പറയാം, കർത്താവേ, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു പറയണം. ഇനി നമ്മൾ പറയും, അയ്യോ, എന്റെ ജീവിതത്തിൽ ഇത് തന്നെ ഗതി, എന്റെ തലേവിധിയാ, എന്റെ തലയെ വരച്ചിട്ടുണ്ട്. ചെല്ലു പറയും, മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ ഭൂമിയിലേക്ക് അവന്റെ തലയിലൊരു വര വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെല്ലും പറഞ്ഞു. എന്ത് വരയാ പ്രിയരെ? എന്ത് തലേവിധിയാ? നമ്മൾ കർത്താവിനെ വിശ്വസിക്കുക, യേശുവിനെ വിശ്വസിക്കണം. അല്ല, നീ ഭീരുവിനെ പോലെ, ഒരു പോഷനെ പോലെ എന്റെ തലേവിധിയാണ്, ഞാൻ എനിക്കിത് വരും, ഞാൻ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെ ഒന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തെ തകർക്കരുത് കേട്ടോ. കഷ്ടം വരുമ്പോൾ, പരിശോധന കടന്നു വരുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യുവതി വക്കൻ പറയട്ടെ,
നിനക്ക് സകലവും കഴിയുമെന്നും നിനക്കൊരു കാര്യം അസാധ്യമെന്നും പറയണം. പ്രൈസ് ദി ലോർഡ്. ഒരു മകൾ അല്ലൊരിയ സിയുടെ പരീക്ഷ 2 പ്രാവശ്യം എഴുതി തോറ്റുപോയി കേട്ടോ. 2 പ്രാവശ്യം തോറ്റു. 3ാമത്തെ പ്രാവശ്യം മോൾ എഴുതാൻ നിൽക്കുക. എന്നോട് പറഞ്ഞ് നമ്മൾ വളരെ ഹാർഡ് വർക്കായിട്ട് പഠിക്കണം. മുമ്പ് 2 പ്രാവശ്യം ഇരുന്ന് പഠിച്ചത് തോറ്റുപോയെങ്കിൽ അതുകൊണ്ട് നീ ക്ഷീണിച്ചു പോകുക, നീ ഫീലുവാകരുത്. അല്ലൊരിയ മനസ്സ് തകർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. ആ പരാജയം വിജയത്തിന്റെ മുന്നോടിയ. പരാജയം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നിനക്ക് സകലവും കഴിയുമെന്നും നിനക്ക് സകലവും കഴിയുമെന്നും നിനക്ക് ഒരു കാര്യം അസാധ്യമല്ലെന്ന് യോബ് പറഞ്ഞതുപോലെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നീ അടുത്ത പരീക്ഷ ജയിക്കും. അല്ലേലിയ. കൊച്ചിനെ നമ്മൾ ദൃഢപ്പെടുത്തി ഒന്ന് മനസ്സൊന്ന് ഉറപ്പിച്ചു കൊടുത്ത് കേട്ടോ. അല്ലേലിയ. അപ്പൊ ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത വന്നതോ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, ഞാൻ അടുത്ത പരീക്ഷ ജയിക്കും. എന്നോട് ചോദിച്ചു, പാസേ അടുത്ത പരീക്ഷ ജയിക്കുമോ? ദൈവത്തിന് അസാധ്യം. ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ടും ജയിക്കും. നീ നിശ്ചയമായിട്ടും ജയിക്കും. അല്ലേലിയ. നമ്മൾ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണം. വേറുള്ള ഒരാളെ അവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ അവർ നമ്മൾ ഭീരുത്വത്തിലേക്ക് കൊണ്ടുപോകാതെ, അവരെ ഭയപ്പെടുന്ന വാക്കുകൾ പറയാതെ, അവരുടെ ഹൃദയത്തിന് ആനന്ദമാകുന്ന സന്തോഷമാകുന്ന ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെക്കുന്ന വാക്കുകൾ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ ബലപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, നല്ല പേരുണ്ടാക്കിയെടുക്കാൻ വർഷങ്ങൾ വേണ്ടി വരും. നല്ല പേരുണ്ടാക്കിയെടുക്കാൻ വർഷങ്ങൾ എടുക്കും. എന്നാൽ ചീത്ത പേരുണ്ടാക്കാൻ 1 സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് മതി. ഹല്ലേലൂയ. നീ നല്ലവനാണെന്ന് പറയാൻ ഒരുപാട് കാലം പിടിക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെയൊക്കെ ജീവിതാനുഭവം അങ്ങനെ കേട്ടോ. ഞാനൊക്കെ ചീത്ത പേരിനാൽ നിറയപ്പെട്ടവനായിരുന്നു. ഒരു നല്ല പേരുണ്ടാക്കിയെടുക്കാൻ എത്ര കാലം നോക്കിയിരിക്കണം. ഇന്നൊക്കെ എൻ്റെ സങ്കടമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഞാനൊക്കെ എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ സാക്ഷി നിർത്തിയാണ് മിക്കവാറും ദൈവവചനം പ്രസംഗിക്കുന്നത്. കാരണം അത്ര കഠിനമായ ശോധനയുടെ, കഠിനമായ കൊടും ക്രിമിനൽ പശ്ചാത്തലത്തിലൂടെ ഒക്കെ കടന്നുപോയി ജീവിച്ച് ആ ലോകത്തിന്റെ സുഖലോലുപങ്ങളൊക്കെ മനസ്സിലാക്കി അതിനകത്തെ തിന്മ മനസ്സിലാക്കിയിട്ടാണ് നന്മ ചെയ്യുന്നവർ ഒരുത്തൻ മാത്രമേ ഉള്ളൂ എന്ന് കർത്താവിനെ രുചിച്ചറിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോബ് പറഞ്ഞ പോലെ എനിക്കും പറയാൻ കഴിയും, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്ന യോബ് പറഞ്ഞത് എനിക്കും അത് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. കർത്താവിനോട് നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ മടി കൂടാതെ പറയണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മാനസിക വേദന ഏതാണോ, നിങ്ങളുടെ സങ്കടം ഏതാണോ, അത് നിങ്ങൾ കർത്താവിനോട് പറയണം. ഞാൻ എല്ലാ ദിവസവും പറയുന്നവരെ, ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന സഹോദരന്റെ ഭർത്താവിന്റെ കഠിനമായ മദ്യപാനം കൊണ്ട് നീ തളർന്ന് ക്ഷീണിച്ച് വീട്ടിനകത്ത് മർദ്ദനം വെക്കുന്നവളായിരിക്കാം. കുഞ്ഞുങ്ങളുടെ ലഹരി പദാർത്ഥം നീ മാനസികമായി തകർന്നവളായിരിക്കാം. ഒരുപക്ഷെ വിവിധ സാഹചര്യങ്ങളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്നവളായിരിക്കാം നീ. ഹല്ലേലൂയ. അങ്ങനെയുള്ള സമയത്ത് നിനക്ക് പറയാൻ കഴിയുമോ, നിനക്ക് സകലവും കഴിയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാനെപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വാക്യം ഇത് കേട്ടോ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യം. ഞാൻ ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്നു പോകും, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകും. ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വായിൽ വരുന്ന വാക്യം ഇതാ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു, നീ എന്നെ അനാഥനായി വിടത്തില്ല എന്നൊക്കെയുള്ള വാക്കുകൾ, വചനങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നൽകി തരുമ്പോൾ ഒരു പ്രത്യാശയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ തളരരുത് കേട്ടോ. നീ കേൾക്കുന്ന സഹോദര, നീ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. നീ കരയുന്നത് കാണുവാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കരയുന്നത് കാണുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. നിന്റെ സങ്കടം ദൈവത്തിന് ഇഷ്ടമില്ല. നീ വേദനിക്കപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. നീ കരയേണ്ട സ്ഥാനത്തെ, നീ സങ്കടപ്പെടേണ്ട സ്ഥാനത്തെ, നീ വേദനിക്കപ്പെടുന്ന, നീ പരീക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ കർത്താവ് അങ്ങ് കുറിച്ച് ഏറ്റെടുക്കുക. എന്നിട്ട് കർത്താവ് പറയുന്നത് നീ സന്തോഷിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിന്റെ ആവശ്യങ്ങളെല്ലാം ഒരു കുഞ്ഞു കുട്ടി തന്റെ ആവശ്യങ്ങൾ തന്റെ പിതാവിനോട് പറയുന്നത് പോലെ നമ്മുടെ സകല ആവശ്യങ്ങളും നമ്മുടെ കർത്താവിനോട് പറയുന്നേ. ഹല്ലേലൂയ. അവിടെ കർത്താവ് നിങ്ങളുടെ വായിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുക. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ സകല പ്രശ്നങ്ങളും, നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും കേൾക്കുവാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു നല്ല പിതാവാണ് യേശു. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങൾ മുഴുവൻ നീ പങ്കുവെച്ചാൽ അതിന് മറുപടി തരാതിരിക്കത്തില്ല യേശു.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ആരെങ്കിലും ഭാരപ്പെട്ട് മനസ്സ് കലങ്ങിയിരിക്കുകയാണെങ്കിൽ, ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അവസാനം നല്ലതെന്ന് ശലോമോൻ പറയുന്നുണ്ടെങ്കിൽ, അത് നീ കടന്നുപോയി കൈപ്പേറിയ അനുഭവത്തെ മാറ്റി മധുരമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് അവർ മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിയുന്നില്ല, കാരണം കയ്പാ. ദൈവം ഒരു മരം കാണിച്ചു കൊടുത്തു, അത് വെള്ളത്തിലിട്ട് ആ വെള്ളത്തിന് എന്ത് ചെയ്തു, അവൻ മധുരമായി മാറി. അത് കയ്പിനെ മധുരമാക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ കയ്പേറിയ അനുഭവത്തെ കർത്താവ് നീക്കാൻ പോവുക കേട്ടോ. നിന്റെ ശൂന്യതയെ ദൈവം മാറ്റാൻ പോവുകയാ. നിന്റെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കാൻ പോകുകയാ. ഹല്ലേലൂയ. വാർത്തയും മറയും കരയുന്നത് കണ്ട് അവരോടുകൂടെ കണ്ണുനീർ വാർത്തൊരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. അവൻ മനുഷ്യന്റെ സകല അവസ്ഥകളും അറിയുന്നു. അല്ലേ? അവൻ ജഡത്തിൽ വന്നതുകൊണ്ട്, ജഡരൂപമെടുത്തത് കൊണ്ട്, അവൻ ജഡത്തിൽ പ്രത്യക്ഷനായതുകൊണ്ട്, യേശു ജഡത്തിൽ പ്രത്യക്ഷനായതുകൊണ്ട്, ജഡത്തിൽ ജീവിക്കുന്ന മറിയുടെയും മാർത്തയുടെയും കണ്ണുനീരിന്റെ ആഴം അവൻ മനസ്സിലാക്കിയെടുത്ത്. എന്താ അവരുടെ കണ്ണുനീര്? അവരുടെ സഹോദരൻ മരിച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മാർത്തയ്ക്കും മറിയയ്ക്കും പറഞ്ഞു തീർക്കാനാവാത്ത വിധത്തിൽ ഹൃദയത്തിനകത്ത് ദുഃഖം, അവരുടെ കണ്ണു നിറഞ്ഞുകൊണ്ടിരിക്കുക. അത് കണ്ടിട്ട് യേശു കണ്ണുനീർ വാർത്തെന്ന് കണ്ടോ. നിന്റെ കണ്ണുനീര് കണ്ടിട്ട് നിന്നോടുകൂടി കരയുന്നവനാ. ഹല്ലേലൂയ. നിനക്ക് വിശ്വസിക്കാൻ കഴിയും യേശുവിനെ. അപ്പൊ ഇവിടെ വചനം പറയുന്നത്, എന്നെ കേൾക്കുന്ന പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ തട്ടി ഉണർത്തണം. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ തട്ടി ഉണർത്തണം. കനൽ മുട്ടി തീയിലിട്ട് ഈ കനലിനകത്ത് വലിയ മുട്ടികളിട്ട് തീ കത്തിക്കുമ്പോൾ ഈ മുട്ടികളെല്ലാം തീ പിടിച്ച് വെന്തങ്ങോട്ട് നിൽക്കുന്ന കാണാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനായി നിങ്ങൾ ആലോചിക്കണം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഞങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വിറകൊന്നും ഇല്ലല്ലോ. വിറകൊക്കെ കത്തിക്കുന്നവരുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ വളർന്നു വന്ന കാലഘട്ടത്തിൽ ഈ സ്റ്റൗവും ഗ്യാസും ഒന്നുമില്ല. ഈ ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ കുറവാണ്. അന്നത്തെ കാലത്ത് നല്ല ഇരുപൂളിന്റെ വിറക്. ഞാനൊക്കെ ഈ തടിപ്പണിക്കാരനായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ വിറക് കീറാനൊക്കെ ചില വീടുകളിൽ വിളിക്കുമായിരുന്നു. അപ്പം വിറക് കീറാൻ പോകും, വലിയ രാവിലെ വിറക് കീറാൻ പോകും. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പം വലിയ ഇരുപൂളിന്റെ മരമൊക്കെ ആയിരിക്കും. ഹല്ലേലൂയ. അത് വെട്ടിയാ കീറാൻ ഭയങ്കര പാടാ. ഹല്ലേലൂയ. അത് വെട്ടി കീറിയിട്ട് കൊടുത്ത് ആ വീട്ടുകാർക്ക് കൊടുത്ത് അവരെ തീയിലിട്ട് അടുപ്പി വെച്ച് കത്തിച്ച് കഴിയുമ്പോൾ പിറ്റേ നമ്മളെ കാണും, എൻ്റെ പാഷ പുറകിന് ഭയങ്കര ചൂടെ, ഭയങ്കര കനലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ അനുഭവം കേട്ടോ. അതുകൊണ്ട് ഞങ്ങളൊക്കെ ചെറുതായിട്ട് ഈ വിറക് പണിയും ഈ തടിപ്പണിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കനലിന്റെ ചൂടെത്താന്നറിയാം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ നീ ഹല്ലേലൂയ നിന്റെ ജീവിതം ഹല്ലേലൂയ നിന്റെ വിശ്വാസത്തെ നീ തട്ടി ഉണർത്തണം. വിശ്വാസത്തെ തട്ടി ഉണർത്തി കനലിൽ മുട്ടി കിടന്ന് വേകുന്നതുപോലെ, കനലിൽ മുട്ടി തീ കൊണ്ട് വെട്ടി തിളങ്ങുന്നത് പോലെ ഹല്ലേലൂയ അത് കത്തിയിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്റെ ഉള്ളില് കത്തണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കും 17-ാം അധ്യായം ഹല്ലേലൂയ എൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ 20-ാമത്തെ വാക്യം എന്താണ്? നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ നിങ്ങൾക്ക് ഹല്ലേലൂയ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. കണ്ടോ? കട്ടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന്, നിങ്ങൾക്ക് അസാധ്യമൊന്നുമില്ലെന്ന്. കർത്താവ് ഇതിൽ കൂടി നല്ലത് എന്തെങ്കിലും നമ്മൾ പറയണോ? കട്ടുകുമണിയോളം വിശ്വാസം എന്താണ്? ഹല്ലേലൂയ. അപസ്മാരക രോഗിയെ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാർക്ക് അവരെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞ് അവനെ എൻ്റെ അരികിൽ കൊണ്ടുപോവാ. ഹല്ലേലൂയ. അങ്ങനെ ആ പിതാവ് അവനെ അവിടേക്ക് കൊണ്ടുവന്നു. പിതാവിന്റെ കാര്യങ്ങൾ ഇവൻ ചെറുപ്പം തൊട്ടേ ഇവന് അപസ്മാരക രോഗിയാ. അവനെ പലപ്പോഴും തള്ളിയിടുകയും അവൻ തുരച്ച് പതയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. യേശു എന്ത് ചെയ്തു? ഹല്ലേലൂയ. എന്നിട്ട് അപസ്മാര രോഗിയുടെ അപ്പം പറയും, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ, ഇന്നലെ ഞാൻ ഉറപ്പിച്ചത് കേട്ടോ, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. കർത്താവ് പറഞ്ഞ്, കഴിയുമെന്നോ? എന്നാൽ കഴിയാത്ത ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാകാൻ. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. അപസ്മാരക രോഗിയും കൊണ്ട് വന്ന ആ പിതാവ് യേശുവിനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവനെ സുഖത്തോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അത് സംഭവിക്കും.
പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ കുറവാണ് നമുക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാത്തത്. സ്തോത്രം. എന്നെ കേൾക്കുന്നപ്പോൾ ഈ ശ്രോതാവെ, ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ വിശ്വാസം വർദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്നവര്, ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരാ. നിങ്ങൾ അതിന്റെ നടുവിൽ ഞാൻ ഈ ഫേസ്ബുക്കിലും ഈ യൂട്യൂബിലും ഒക്കെ നിരന്തരമായിട്ട് ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോഴേ, അല്ലെങ്കിൽ എന്നും ദൈവവചനം പ്രസംഗിക്കില്ല. അപ്പൊ എല്ലാവരുടെയും ചിന്ത ഞാൻ ഭയങ്കര പണക്കാരനാണ്, എനിക്കതാണ് ഫേസ്ബുക്ക് വരുമാനമുണ്ട്, യൂട്യൂബിന്റെ വരുമാനമുണ്ട്. എന്റെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു, എനിക്കൊരു ഫേസ്ബുക്ക് വരുമാനവും ഇല്ല, ഒരു യൂട്യൂബിന്റെ വരുമാനം എനിക്കില്ല. ഞാൻ നിങ്ങളെക്കാൾ സാധാരണക്കാരനായ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കുറഞ്ഞൊരു വ്യക്തിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അന്നന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്നതിന് റേഷൻ കടയിൽ നീ അരി ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. ചിലരുടെ ചിന്ത നമ്മൾ ഭയങ്കര കൂടി. അങ്ങനെ ഈ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ TV-യിലൊക്കെ പ്രസംഗം വലിയ കോടീശ്വരന്മാരാണല്ലോ. എന്നിട്ട് എന്നോട് ചിലപ്പോൾ ഞാൻ പറയും, നിങ്ങൾ വന്ന് എന്നെ ഒന്ന് കാണുക, എൻ്റെ അരികിലേക്കൊന്ന് വരിക, എൻ്റെ സാഹചര്യം ഒന്ന് കാണണം. ഞാൻ പറയും, ഞാനിതൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം ഞാൻ കോടീശ്വരനായിട്ടല്ല സഹോദര സൗരി ചെയ്യുന്നത്. എന്നോട് കർത്താവ് പറഞ്ഞു, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്ന യോബ് പറഞ്ഞ പോലെ ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതാണ്. നമ്മെ നടത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കുമെന്നാണ്. ഹല്ലേലൂയ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ വിളിച്ചത് പ്രവാചകനാണെങ്കിൽ, നിന്നെ വിളിച്ച് പാസ്റ്ററാണെങ്കിൽ, നിന്നെ വിളിച്ച് മതപുരോഹിതനാണെങ്കിൽ, നിന്നെ വിളിച്ചത് അമ്പലത്തിലെ പൂജാരികൾ, നിന്നെ വിളിച്ചത് പള്ളിയിലെ ഉസ്താദാണെങ്കിൽ, നിന്നെ വിളിച്ച ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ, നിന്നെ വിളിച്ചത് ഈ ലോകത്തിലെ ആരെങ്കിലും പ്രധാനിയാണെങ്കിൽ, അതുകൊണ്ട് നിനക്ക് ജീവിതം മുന്നേറാൻ കഴിയത്തില്ല. അല്ലേ? ലോക മനുഷ്യൻ വിളിച്ചാന്തി ഇറങ്ങി. ഇനി പ്രത്യേകിച്ച് വിശ്വാസികളുടെ ക്രൈസ്തവ സമൂഹത്തിൽ പറയട്ടെ, നീ പ്രവാചകന്റെ വിളി കേട്ടാണോ ഇറങ്ങി വന്നത്? പ്രവാചകന്റെ വിളി കേട്ട് ഇറങ്ങി വന്നാണെങ്കിൽ നിനക്ക് പരാജയമാണ്. പ്രവാചകന്റെ വിളി അല്ല. അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസൻ. നമ്മളെ ദൈവം വിളിച്ചു എന്നുള്ള ഉറപ്പ് വേണം. അല്ലേലിയ. നമ്മളെ ദൈവം വിളിച്ചു എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അവനത് നിവർത്തിക്കും. അല്ലേലിയ. ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന്, മലാഖി 3:10, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്വർഗത്തിലെ സകല ആത്മീയനുഗ്രഹത്താലും എന്ന് എഫേസ്യ ലേഖനം 1:3, ആമേൻ, ദൈവം നിന്നെ നിറച്ചങ്ങ് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വിളിച്ചെന്നൊരു ഉറപ്പുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത്, ഞാൻ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചത് ഒരു പ്രവാചകന്റെ വാക്ക് കേട്ടിട്ടല്ല, ഒരു പാസ്റ്റർ വാക്ക് കേട്ടിട്ടുമല്ല. ആരും എന്നോട് കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം, കർത്താവിന്റെ കൽപ്പന സ്വീകരിക്കുന്നു എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. അല്ലേലിയ. ഞാൻ വലിയ കൊടിയ നാശത്തിൽ നിന്ന്, കൊടിയ പാപത്തിൽ നിന്നൊക്കെ വിശ്വാസത്തിലേക്ക് വരാൻ കാരണം, ഞാൻ എൻ്റെ സഹോദരൻ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായി, നാട്ടിൽ നിന്ന് ഒളിച്ചോടി സഹോദരൻ വീട്ടിൽ വന്നെടുക്കുമ്പോൾ എൻ്റെ സഹോദര ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ എനിക്കൊരു ബൈബിൾ തന്നു. കത്തോലിക്കലായിരുന്നു, പക്ഷേ ഞാൻ ബൈബിൾ വായിച്ചിട്ട് ഇല്ലാത്തത് കൊണ്ട് എന്തായാലും ആ സഹോദരൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ ഒന്ന് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ബൈബിൾ മാറി 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 വായിക്കാൻ തുടങ്ങി. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല, നാട്ടിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, എവിടെ പോയാലും എന്നെ പിടികൂടും. അതുകൊണ്ട് ഞാൻ ഒരു വീട്ടിനകത്ത് 6 മാസം ഒരു ബൈബിൾ വായിച്ചു. 6 മാസം തുടർമാനമായിട്ട് പറഞ്ഞാൽ തീരാത്ത പോലെ ഈ ബൈബിൾ ആദ്യോടന്തം നിരന്തരം വായിച്ചു. ഞാൻ ബൈബിൾ ആദ്യോടന്തം ഒരുപാട് പറഞ്ഞാൽ തീരാത്ത പോലെ റൗണ്ടുകൾ വായിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ വായിച്ചപ്പോഴാണ് എൻ്റെ കർത്താവ് പറയുന്നത്, ഈ ലോകത്തിലെ മുഴു പാപി നീയാന്ന് പറഞ്ഞു. അല്ലേലിയ. പൗലോസ് പറഞ്ഞ് പാപികളിൽ ഒന്നാമൻ ഞാനാന്ന് പറഞ്ഞ പോലെ എന്നോട് കർത്താവ്, നീ മുഴു പാപിയാ. നീ എന്തിനാ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്? നീ എന്തിനാ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നത്? നീ എന്തിനാ പിറുപിറുക്കുന്നത്? നീ എന്തിനാ അല്ലെങ്കിൽ ഭീരുവായി മാറുന്നത്? നീയാണ് പാപി. അതുകൊണ്ട് എൻ്റെ വചനം നീ വായിച്ചില്ലേ, എൻ്റെ വചനം നീ കണ്ടില്ലേ, നിന്റെ പാപത്തെ ഏറ്റുപറയാൻ പറ. അങ്ങനെയാണ് 2001 ഒക്ടോബർ മാസം 14-ാം തീയതി ഒരു ഞായറാഴ്ച ഞാൻ റാന്നിയിലുള്ള ഏഴൂരി എന്ന് പറയും, ഏഴൂരി IPC സഭയിൽ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. 2002 ജനുവരി 5-ന് ഞാൻ മല്ലപ്പള്ളി സിയോമ്പേടത്ത് കർത്താവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പിന്നെ ആലുവ ഡൂലോസ് ബൈബിൾ കോളേജിലേക്ക് വന്നു. അവിടെ 2 വർഷം പഠിച്ചു. പിന്നെ ഒരു 3 വർഷം പിന്നീട് പഠിച്ചു പെരുമ്പാവൂർ. കർത്താവിനോട് ശരിക്കും സംസാരിച്ചു.
അപ്പൊ എന്നെ വിളിച്ചത് കർത്താവാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ട് കാരണം എന്നെ വിളിച്ചത് കർത്താവാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവൻ നിവർത്തിക്കും. ലോകമല്ല നിന്നെ വിളിക്കേണ്ടത്, പ്രവാചകനല്ല വിളിക്കേണ്ടത്, യേശു നിന്നെ വിളിച്ചെന്ന് ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം. പ്രൈസലോ. എന്തുകൊണ്ട് പ്രവാചക വാക്ക് തള്ളിക്കളയാനല്ല ഞാൻ പറഞ്ഞത്. പ്രവചനം തുച്ഛീകരിക്കരുത്, നല്ലത് ശോധന ചെയ്ത് മുറുകെ പിടിക്കണമെന്ന് തെസ്സലോനിക്കയിലെ 5-ാം അധ്യായത്തിന്റെ കിടപ്പുണ്ട്. നമ്മൾ കർത്താവിനെ കണ്ടറിയണം, ദൈവമുഖം അന്വേഷിക്കണം. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിന്റെ കാര്യം എന്താ? ഇയ്യോബ് ദൈവമുഖം അന്വേഷിക്കുന്നവനായിരുന്നു. അവൻ ദൈവത്തോടു കൂടെ ഇരിക്കുന്നവനാ, ദൈവത്തോടു കൂടെ നടക്കും, ദൈവത്തോട് വാസം ചെയ്ത് ദൈവത്തിൽ നിന്ന് നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നവനാണ്. ഒരു കാര്യത്തിന്റെ ആരംഭത്തെ, ഇയ്യോബിന്റെ ജീവിതത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനം മധുരമുള്ളതാണെന്ന് ഇയ്യോബിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുള്ള വിശ്വാസമാണ് ഇയ്യോബ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. നിനക്കതിന് കഴിയുമോ? ഹല്ലേലൂയ. നമുക്കതിന് കഴിയണം. പ്രൈസ്. ഇവിടെ വചനം പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഈ വിശ്വാസം, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു: ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അപ്പം നമ്മൾ മുമ്പേ മത്തായി കണ്ടത് കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. ഇവിടെ എന്താന്ന് പറയുന്നത്? ഏതാണ്ട് വിശ്വാസം. ഇവിടെ മർക്കോസ് എന്താ പറയുന്നത്? ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടൽ ചാടിപ്പോകാം. ഇവിടെ എല്ലാം വിശ്വാസമാണ് നിന്നെ നടത്തേണ്ടത്, വിശ്വാസമാണ് നിന്റെ സംരക്ഷകനായിട്ട് നിൽക്കേണ്ടത്. ഈ ലോകത്തിൽ നമുക്ക് മറ്റൊന്നിലും നമ്മൾ ആശ്രയിക്കേണ്ടത് കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് പൗലോസ് കാരാഗ്രഹ പ്രമാണിയോട് അപ്പോസ്തലപ്രവൃത്തി 16:31 പറയുന്നുണ്ട്. കാരാഗ്രഹ പ്രമാണി കുടുംബം വീടടക്കം രക്ഷ പ്രാപിച്ചത് അവൻ പൗലോസിലൂടെ വെളിപ്പെട്ട ദൈവസാന്നിധ്യമാണ്. പ്രൈസ് ലോർഡ്. അപ്പം നമ്മളെയൊന്നും കർത്താവ് കൈവിടാതെ സൂക്ഷിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നതിനാ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് കടയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാ സാധനങ്ങളും കാണത്തില്ലെന്നുള്ള തിരിച്ചറിയാം. നമ്മൾ ഈ കടയിലൊക്കെ പലചരക്ക് ബോർഡ് കണ്ടിട്ടുണ്ടല്ലോ, അവിടെ ആദ്യം ഉപ്പ്, അവസാനം എഴുതി വന്നിട്ട് ആ വിലവേഴ പട്ടികയുടെ അടിയിൽ കർപ്പൂരം എഴുതുക. ഉപ്പ് തൊട്ട് കർപ്പൂരം വരുന്നത്. നിങ്ങൾ ആ കടയിൽ നിന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരുന്ന അവിടെ കാണത്തില്ല, എന്തെങ്കിലും ഒരു കുറവ് കാണും. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. നിന്റെ ജീവിതത്തിനകത്ത് വീണ്ടുന്ന ഏറ്റവും ചില കാര്യങ്ങളെ അറിയുന്നവനെ യേശു. നിന്റെ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനാ. നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിലെ വിവരങ്ങൾ പോലും അറിയുന്നവൻ യേശുവാ. നിന്റെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവൻ യേശുവാ. നിന്റെ ഹൃദയത്തെ പോലും അറിയുന്നവൻ യേശുവാ. സഹോദര സഹോദരി, നീ കരയരുത്, നീ സങ്കടപ്പെടരുത്, നീ നിരാശപ്പെട്ടു പോകരുത്. നിനക്കൊരപ്പൻ ജീവനോടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി സങ്കടപ്പെടുമായിരുന്നു, ഒത്തിരി കരയുമായിരുന്നു, ഒത്തിരി കണ്ണീരൊഴുക്കുമായിരുന്നു. വേദന എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് ഒരുപാട് ഭാരപ്പെടും. അപ്പോഴെൻ്റെ അപ്പൻ എന്നോട് പറയുന്നത് എന്താണെന്നറിയോ? മോനെ, നീ കരയരുത്. കാൽവറിയിൽ നിനക്ക് വേണ്ടി ഞാൻ കണ്ണുനീർ തൂക്കിയിട്ടുണ്ട്. നിന്റെ വേദനകൾ മുഴുവൻ, നിന്റെ സങ്കടങ്ങൾ മുഴുവൻ, നിന്റെ കഷ്ടപ്പാടുകൾ മുഴുവൻ നീ കാൽവറിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് നീ സന്തോഷിക്കും, നീ കരയരുത്. നിന്റെ ആവശ്യം എന്താണെങ്കിൽ നീ സ്തോത്രത്തോടെ എന്നോട് പറ, ഞാനത് സാധിപ്പിച്ചു തരും. അതേ സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ചാടി കടലിൽ പോകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. യേശു പറയുമ്പോൾ ഹല്ലേലൂയ. അപ്പൊ കടലിൽ ചാടിപ്പോവുക എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് മല കടലിൽ ചാടിപ്പോകുമെന്ന് മാർക്കോസ് 12 അല്ലെങ്കിൽ 23 വായിക്കുന്നുണ്ട്. മല നീങ്ങിപ്പോകുമെന്ന് ഹല്ലേലൂയ മത്തായി അല്ലെങ്കിൽ 17:21 വായിച്ചു. കാട്ടത്തി കടലിൽ നട്ടുപോകുമെന്ന് ലൂക്കോസ് 17:6 പറയുന്നു. ഇതെല്ലാം ആലങ്കാരികമായ പ്രയോഗമാണ്. ഹല്ലേലൂയ. ഇതെല്ലാം ഒരു ആലങ്കാരികമായ പ്രയോഗമാണ്. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഈ മൂന്ന് തവണ പറഞ്ഞതായി കണക്കാക്കാൻ കഴിയും. യേശു പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഹല്ലേലൂയ മല നീങ്ങിപ്പോകുന്നു, മല കടലിൽ ചാടിപ്പോകുന്നു, ഈ കാട്ടത്തിൽ വേരോടെ പറഞ്ഞു പോകുന്നു പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമുക്ക് ഹല്ലേലൂയ മലയില്ല അല്ലെ, നമുക്ക് ഹല്ലേലൂയ മലയിലല്ല, ഹല്ലേലൂയ കാട്ടത്തിയോടല്ല അല്ലേ നമ്മുടെ പ്രശ്നം. കട്ടുപടിയോളം വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ട്
യേശു പറഞ്ഞതുപോലെ നാം വിശ്വാസത്തിന്റെ അടിത്തറയിട്ടുറപ്പിക്കണം. പ്രീശ്വരോ അല്ലേരിയ. നമുക്ക് മലയിലല്ല അല്ലേരിയ അല്ലേരിയ കാട്ടത്തി പറിക്കുക അല്ല നമ്മുടെ ആവശ്യം. അല്ലേരിയ വിശ്വാസത്തോടെ കർത്താവിനെ കണ്ടെത്തിയ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം ഒന്നിലും സംശയിക്കാതെ യാചിക്കണം. വിശ്വാസത്തോടെ കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ഞാനും നിങ്ങളും സംശയിക്കാതെ കർത്താവിനോട് പറയണം. പ്രേസോ ഞാൻ ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കുകയും ഒരുപാട് ആളുകൾ സങ്കടം കേൾക്കുകയും പല വീടുകളിലും അവരെ പല ആശ്വസിച്ച് സുവിശേഷം നന്നായിട്ട് ചിലർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയാം? കഷ്ടതയുടെ തീച്ചോളിൽ കിടക്കുന്ന അനവധി ആളുകളുണ്ട്. യോബിനെ പോലെ പോകുന്ന ചിലരൊക്കെയുണ്ട്. ലേറിയ അതിന്റെ നടുവിൽ നമ്മളവരെ തകർത്ത് കളയാതെ അവർക്ക് സന്ദേശം, ജീവന്റെ സന്ദേശം കൊടുക്കണം. അല്ലേ? എരിയുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കുവാന്നവരാ ഇന്നത്തേക്ക് ആളുകളിൽ ഏറ്റവും കൂടുതൽ. എരിയുന്ന തീയിലേക്ക് എണ്ണ ഒഴിച്ച് വീണ്ടും അത് ആളിക്കത്തിക്കും. അല്ലേരിയ ചിലർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിനക്കത് വരണം, നിന്റെ കയ്യിലിരിപ്പുണ്ട്, നിന്റെ ദോഷമുണ്ട്, നിന്റെ പിതാക്കന്മാരുടെ കുറ്റവാ, നിന്റെ പാപം കൊണ്ട് നിനക്കത് വന്നത്, നീ അത് അനുഭവിക്കണം എന്നൊക്കെ പറയുന്നത് കണ്ടല്ലേ. അവക്കല്ലേലും അത് വരണമെന്നേ, അവനല്ലേലും അത് വരണം, അവന്റെ മക്കൾക്ക് അത് വന്നില്ലേ. അങ്ങനെയല്ല നമ്മൾ സന്തോഷിക്കേണ്ടത് കേട്ടോ. ഒരാൾക്കൊരു കഷ്ടം വരുമ്പോൾ, ഒരാൾക്കൊരു സങ്കടം കടന്നു വരുമ്പോൾ, പ്രശ്നം കടന്നു വരുമ്പോൾ, ഒരാളൊരു പരിശോധനയുടെ പരീക്ഷയിൽ കടന്നു പോകുമ്പോൾ അവൾക്കത് വരണം, അവൾക്കത് സംഭവിച്ചേ മതിയാവൂ, അവനത് സംഭവിച്ചേ മതിയാവൂ എന്നല്ല നമ്മൾ പറയേണ്ടത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശോധനയിൽ കടന്നു പോകുന്ന, പരീക്ഷയിൽ കടന്നു പോകുന്ന ആ മനുഷ്യനെ, ആ സഹോദരനെ, സഹോദരി, ആ കുഞ്ഞിനെ രക്ഷിക്കണമേ. ലേരിയ അവരുടെ ആശ്വാസം കൊടുക്കണമെന്ന് പറഞ്ഞ് അവരുടെ ഹൃദയത്തിന് സ്വാതന്ത്ര്യമേകുന്ന, തണുപ്പേകുന്ന വാക്കുകൾ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. രക്തം ചെയ്യും. അതിന് സുവിശേഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സുവിശേഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പലരുടെയും ജീവിതത്തിൽ സുവിശേഷമുണ്ട്. അവർക്ക് കൊണ്ടു നടക്കുന്ന ബൈബിളിൽ എഴുതിയ സുവിശേഷമുണ്ട്. അല്ലെങ്കിൽ ഇല്ലെന്ന് ഞാൻ പറയാം. ആ സുവിശേഷം ഞായറാഴ്ച മാത്രമേ എടുക്കുകയുള്ളൂ. ഞായറാഴ്ച മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് സഭയിൽ വന്നിട്ട് സഭയിലെ ശുശ്രൂഷിക്കുമ്പോൾ ഒരധ്യായത്തിൽ വാക്യം പറഞ്ഞാൽ അത് വായിക്കാൻ പോലും ഇന്ന് കണ്ടുപിടിക്കാൻ അറിയത്തില്ലാത്ത വിശ്വാസികളുണ്ട്. പഴയ നാളുകളായിട്ട് സഭയിലിരിക്കുക, ഇന്നും അറിയത്തില്ല എവിടാന്നാ, അങ്ങനെ തിരയുന്നുണ്ട്. പക്ഷെ എന്നെ കേൾക്കുമ്പോൾ സുവിശേഷം പറയുന്ന സത്യവേദപുസ്തകത്തിന്റെ വീട്ടിനകത്ത് അടച്ചു വെച്ച് കൂട്ടിവെക്കാനല്ല, ഈ സുവിശേഷം നിന്റെ ഹൃദയത്തിലുണ്ടാകണം. അത് വായിച്ച് നീ മനസ്സിലാക്കി, വായിച്ച് നീ വചനം ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കണം. ലേരിയ സുവിശേഷം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ പോകുന്ന വഴി എത്ര ദുർഘടമായിരുന്നാലും ലേരിയ അത് നിരപ്പാക്കി തരാൻ ദൈവത്തിന് കഴിയും. നീ സുവിശേഷം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ കടന്നിയിൽ നിന്ന് കുടുംബം മരണത്തിന്റെ മുനയിലിരിക്കുകയാണെങ്കിലും, മരണത്തിന്റെ അനുഭവത്തിലാണെങ്കിലും, ആ മരണത്തെ നീക്കിയ കുടുംബത്തിനകത്ത് സുവിശേഷത്തിന്റെ വെളിച്ചത്തെ പകർന്നു കൊടുക്കാൻ കഴിയും നിന്റെ ഉള്ളിൽ സുവിശേഷം ഉണ്ടെങ്കിൽ. അല്ലേലിയ. അപ്പൊ യോബിന്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് സുവിശേഷം തന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. യോബ് പറയുന്നുണ്ട്, യോബിനെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പം യോബിന്റെ ഭാര്യ പറഞ്ഞു, നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊള്ളാതെ നീ ദൈവത്തെ ത്യജിച്ച് മരിച്ചുകളാ, നീ കുഷ്ഠരോഗിയാ, നിന്റെ ശരീരം മുഴുവൻ പുഴുകാണ്, നിന്റെ അരികിൽ കടുക്കത്തില്ല, നിന്റെ ദുർഗന്ധം വമിക്കുക, നിന്നെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട, നീ പോയി ചത്തുകള എന്നൊക്കെ ഭാര്യ പറഞ്ഞത്. നിങ്ങൾ ഈ ഒരു ദിവസം 1-2 അദ്ദേഹം വായിക്കണം കേട്ടോ. അല്ലെങ്കിൽ അപ്പൊ യോബ് പറയും, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. ദൈവം തന്നു, എല്ലാം ദൈവം എടുത്തു. ഞാൻ നഗ്നനായ അമ്മയുടെ ഉദരത്തിൽ നിന്റെ നഗ്നായി തന്നെ പോകും. ഇതൊന്നും കേട്ടിട്ട് യോബ് കുലുങ്ങിയില്ലെന്നുള്ളതാണ്. ഭക്തനറിയാമായിരുന്നു ആരംഭത്തെക്കാൾ അവസാനം നല്ലതാക്കി കൊടുക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് യോബ് 42-ാം അധ്യായത്തിലേക്ക് വന്ന് പറയും, നിനക്ക് സകലവും കഴിയുമെന്നും നിനക്കൊരു കാര്യം അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, ആമീൻ. ഭക്തനായ മോശ ഇസ്രായേലിനെ മിസ്രൈമിൽ നടത്തിക്കൊണ്ടുവന്ന ചെങ്കടൽക്കരിയിൽ വന്നപ്പോൾ അവർക്ക് മുമ്പിൽ ചെങ്കടൽ നിൽക്കുക. അല്ലേലിയ. ഇസ്രായേൽ മുഴുവൻ പിറുപിറുക്കാൻ തുടങ്ങി വാശിയോടെ, നീ ഞങ്ങളെ മിസ്രൈമിൽ കൂട്ടിക്കൊണ്ടുവന്ന് ചെങ്കടലിൽ മുക്കിക്കളയാനാണോ? ഞങ്ങൾ ആ മിസ്രൈമിൽ ചുറ്റുള്ളിയും വെളുത്തുള്ളിയും അല്ലയോ മത്തങ്ങയും ഒക്കെ തിന്ന് ഞങ്ങൾ അങ്ങ് ജീവിച്ചാൻ അടിമയായിട്ട് കിടന്നേനെ. നീ എന്തിനാണ് മോശയെ നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ഓർത്ത് ഇസ്രായേലും പിറുപിറുക്കുമ്പോൾ അല്ലേയ മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടിയുണ്ടല്ലോ മോശ, ആ വടിയെടുത്ത് നീ ചെങ്കടലിൽ നീട്ടാൻ പറഞ്ഞു. അല്ലേലിയ. ആമീൻ. സ്തോത്രം. നിങ്ങൾക്ക് പുറപ്പാട് പുസ്തകം 14, 15, 16 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അങ്ങനെ മോശ തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് ചെങ്കടലിൽ നീട്ടിക്കഴിച്ചുമ്പോൾ ദൈവം കിഴക്കൻ കാറ്റടിപ്പിച്ച കാറ്റ് വന്നിട്ട് എന്ത് ചെയ്തു? ആ ചെങ്കടലിനെ 2ആയിട്ട് വിഭാഗിച്ചു. വലിയൊരു മതിൽക്കെട്ട് പോലെ ചെങ്കടൽ നിൽക്കുക. അതിന്റെ നടുവിൽ ഉണങ്ങിയ നിലം.
അല്ലേ? ആ ഉണങ്ങിയ നിലത്തൂടെ അവിടുന്ന് പുറപ്പെട്ടു വന്ന 6,00,000-ലധികം പുരുഷന്മാരും ഭാര്യമാരും മക്കളും സമിശ്ര ജാതി ലേവിനും എല്ലാം കൂടെ ആടുമാട് കന്നുകാലികളെല്ലാം കൂടി ഉണങ്ങിയ നിലത്തൂടെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ചെങ്കടലും മറുകര എത്തിക്കഴിഞ്ഞപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിരിക്കുന്ന വടിയെടുത്ത് വീണ്ടും ചെങ്കടലിനെ നീട്ടാൻ പറഞ്ഞു. മോശ നീട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നാലെ പുറപ്പെട്ടു വന്ന ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ കാണുകയില്ലെന്ന് മോശ പറഞ്ഞതിന് കാരണമുണ്ട് കേട്ടോ. ലേറിയ എന്നെ കേൾക്കുന്ന സ്നേഹിത, മോശയെ പോലെ വിശ്വാസം അത് യോബിൽ കണ്ടില്ലേ? അത് നമ്മുടെ വിശ്വാസം വളരണം. അല്ലേറിയ അതുകൊണ്ട് സമുദ്രത്തിന് നേരെ ആ വടി നീട്ടിയപ്പോൾ വലിയ ഇരച്ച ശബ്ദത്തോടുകൂടി ആ സമുദ്രം രണ്ടായിട്ട് പിളർന്നു. ഇസ്രായേൽ എല്ലാവരും ആ വഴിയിലൂടെ നടന്നുപോയി. വിശ്വസിക്കുന്നതിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിക്കുന്നവന് അസാധ്യമായിട്ടൊന്നുമില്ല. നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ നിന്റെ അത്തരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നവനാ. അവൻ ജീവനുള്ള ദൈവമാണ്, ജീവനുള്ള പിതാവാണ്. ഹല്ലേലൂയ. സകല ജനത്തെയും കാണുന്നവൻ. അതുകൊണ്ട് നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന് കഴിയും. ഇസ്രായേൽ യോർദാൻ നദിയുടെ കരയിൽ വന്ന് നിയമപ്പെട്ടകത്തെ ചുമക്കുന്ന പുരോഹിതന്മാർ ആ നദിയിൽ കാൽ വെച്ചപ്പോൾ യോർദാൻ നദി പിന്നിലേക്ക് വലിഞ്ഞു. കാനാൻ ദേശത്തുണ്ടായിരുന്ന വലിയ മതിലായിരുന്ന ആ കാനാൻ ദേശത്ത് കിടക്കുന്ന തടസ്സമായ എരിഹോവിന്റെ മതിലിനെ ചുറ്റി ഇസ്രായേലിനും ആരവാരം മുഴക്കിയപ്പോൾ, ദൈവത്തിന് സ്തുതി മുഴക്കിയപ്പോൾ ആ ചെങ്കടൽ ആ എരിഹോ മതിൽ തകർന്നു വീഴും. ചെങ്കടൽ മോശ വിഭാഗിച്ചു. നിയമപ്പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാൻ വെച്ച് അത് രണ്ടായിട്ട് വിരിഞ്ഞു. മോശയും കൂട്ടരും എരിഹോവിനെ ചുറ്റിയപ്പോൾ ആ എരിഹോ അത് തകർന്നു വീണു. ഹല്ലേലൂയ. യോശുവ യുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടി സൂര്യനെ നിർത്തി ചന്ദ്രനെ നിർത്തിയെന്ന് യോശുവയുടെ പുസ്തകം 10:12 വായിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 10:12 അത് ഇസ്രായേലിൽ യുദ്ധം ജയിക്കുന്നവരിൽ സൂര്യനും ചന്ദ്രനും ആകാശത്തിൽ നിശ്ചലമായി നിന്നെന്ന് അവിടെ കാണുന്നുണ്ട്. അതെ, ഈ കർത്താവ് നിന്നോട് പറയുന്നത്, എനിക്ക് നിന്റെ ജീവിതത്തിന്റെ അസാധ്യങ്ങളെ മാറ്റുവാൻ എനിക്ക് കഴിയുമെന്ന്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. അത് നമ്മുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. നമ്മൾ വായിച്ച വചനം യോബിന്റെ പുസ്തകം 42-ാം നിനക്ക് സകലവും കഴിയുമെന്ന് എന്റെ ഉദ്ദേശവും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് 10-ാം വാക്യത്തിലേക്കും പറഞ്ഞു, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. ആടുമാട് കന്നുകാലികളെല്ലാം പെരുകി വീണ്ടും 10 മക്കളെ കൂടെ കൊടുത്തു. അതേ, കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങൾ അസാധ്യമൊന്നും അല്ലെന്ന് ഞാൻ അറിയുന്നു. ആ ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അവസാനം നല്ലത്. അത് യോബിനെ അനുഗ്രഹിച്ച ദൈവം നിന്റെ കഷ്ടതയെ മാറ്റാൻ പോവുക, നിന്റെ കണ്ണുനീര് മാറ്റാൻ പോവുക. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വർക്ക് പിതാവി, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വാചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തിൽ ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടിലോട്ട് കൊട്ടായത്തിവരെ കേരളത്തിൽ ലോക രാജ്യങ്ങളിൽ കർത്താവ് രാജരാഷ്ട്ര തലവന്മാർ ശേഷത്തിനും ഭാര്യത്തിനും കൗമാരി യുവനത്തിനും വാർത്തത്തിനും വൃദ്ധരസന യാചകർ ഓർഫൻ ചോട്ട തടവറയായിരിക്കുന്ന മദ്യത്തിനും മയക്കു ലഹരിക്കും അടിപ്പെട്ട് കിടക്കുന്ന മാരകമായ രോഗത്താൽ, കടക്കണിയാൽ, ഞെരുക്കങ്ങളാൽ, മഹാവ്യാധിയാൽ കടന്നു പോകുന്ന കർത്താവ്, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന കർത്താവ്, കുടുംബജീവിതം തകർന്ന് ചിഹ്ന ഭിന്നമായി ജീവിതത്തിലെ നന്മകളെല്ലാം തകർന്ന് കടക്കണിയിൽ കടന്നു പോകുന്ന അനവധി ജീവിതങ്ങളെ ഇന്ന് പകൽ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, ജനത്തിലെ കഷ്ടം മാറട്ടെ, സങ്കടം മാറട്ടെ, അവരുടെ ദുഃഖങ്ങൾ മാറി അവർക്കൊരാശ്വാസം കൊടുക്കണമേ. ശാപത്തിന്റെ കെട്ട് കഴിയിട്ട്, പാപത്തിന്റെ ബന്ധനം കഴിയിട്ട് യോബിനെ പോലെ വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സകല ജനത്തെ ഒരുക്കണമേ. കലാകാലങ്ങളെ കുടുംബത്തെ ഇരട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പാരമ്പര്യവും എല്ലാ ശാപത്തിന്റെ കെട്ടുകളും മാറി ജനം യേശുവിനെ വിശ്വസിപ്പാടിയാകണം. സകല ജനത്തിന് വിഷയം എല്ലാ ദൈവമക്കളെ ദൈവദാസനാശമാറ്റി രോഗമുള്ള ക്രൈസ്തവ സമൂഹത്തിനായി കഷ്ടം സഹിക്കുന്ന വേദനയോട് കടന്നു പോകുന്ന കർത്താവിന്റെ രക്തസാക്ഷിത്വം ഭരിച്ചു അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, വേദനയോട് കടന്നു പോകുന്ന എല്ലാവരെയും, ഹോസ്പിറ്റലായിരിക്കുന്നവരുണ്ട് കർത്താവ്, മാരകമായ രോഗത്താൽ വിധേയപ്പെട്ട എല്ലാവർക്കും ദൈവം സൗഖ്യം കൊടുക്കണമേ. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.